ഗായ്സ്, പുതുതായി ചെയ്യാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് ഐ എം നോട്ട് എ റോബോട്ട്. ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ ഹീറോയിന് മറ്റു മനുഷ്യരുടെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ, അഥവാ അവൻ്റെ ശരീരത്തിൽ മറ്റുള്ളവർ സ്പർശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ്റെ ശരീരം ആ സകലം ചൊറിഞ്ഞു പൊന്തുകയും ഒരുപാട് റാഷസ് ഉണ്ടാവുകയും എല്ലാം ചെയ്യും. മറ്റു മനുഷ്യരും ആയി ബന്ധപ്പെടാൻ ഒരിക്കലും ഹീറോയിന് സാധിക്കില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ സമ്പർക്കം ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റാൻ അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു സിറിഞ്ചുണ്ടാകും. അത് 1-2 മിനിറ്റിന് മാത്രമേ അവനെ ആശ്വാസകരമാക്കുകയുള്ളൂ. അങ്ങനെയുള്ള നമ്മുടെ ഹീറോ ഒരു പ്രണയത്തിൽ ഏർപ്പെടുകയാണ്. 2017 ഇറങ്ങിയ റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമ. എന്നിട്ട് അവൻ ഡോക്ടറെ പോയി തൊടുന്നുണ്ട്. ഡോക്ടറെ തൊട്ടതും അവൻ്റെ മേലാകപ്പാടെ റാഷസ് എല്ലാം വരികയാണ്. അത് കൂടിക്കൂടി അവൻ്റെ എല്ലാ ശരീരത്തിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള സിറിഞ്ച് കുത്തുന്നുണ്ട്. അപ്പോൾ അവൻക്ക് കുറച്ചെങ്കിലും ആശ്വാസമെല്ലാം ആകുന്നുണ്ട്. എന്നിട്ട് അവൻ ഡോക്ടറോട് പറയുന്നുണ്ട്, കണ്ടില്ലേ, ഇതാണ് എൻ്റെ രോഗം. എനിക്ക് ഒരു മനുഷ്യനെ തൊടാൻ സാധിക്കില്ല, ഒരു മനുഷ്യൻ്റെ അടുത്തും പോകാനും ഒന്നിനും സാധിക്കില്ല. ഇതിനുള്ള മരുന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്നെല്ലാം പറയുന്നുണ്ട്. അവൻ്റെ കൈ തൊട്ടതിൽ ഡോക്ടർ സാനിറ്റൈസർ എല്ലാം എടുത്ത് കേൾക്കുന്നുണ്ട്. ഡോക്ടർക്ക് അവനെ കണ്ട് ഒരുപാട് പേടിയാകുന്നുണ്ട്. ഈ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഹീറോ ആയ കിമ്മിനെ കാണിച്ചുകൊണ്ടാണ്. കിം ഡോക്ടറുടെ അടുത്ത് പോകുന്നത് മാസ്ക്, ക്യാപ്പ് എല്ലാം ധരിച്ചുകൊണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഡോക്ടർ എന്താണ് അസുഖമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിം പറയുന്നുണ്ട്, എൻ്റെ അസുഖം പറഞ്ഞാൽ ഡോക്ടർ നെട്ടിപ്പോകും. എനിക്ക് ഒരു മനുഷ്യരെ തൊടാനും സാധിക്കില്ല, അവർ എന്നെ തൊടാനും സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേലാകപ്പാടെ റാഷസ് എല്ലാം വരും. എനിക്ക് അത് പ്രതിരോധിക്കാനായി ഒരു സിറിഞ്ചുണ്ട്, അത് 1-2 മിനിറ്റത്തേക്ക് മാത്രമേ പറ്റുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ ഡോക്ടർ ഇതെല്ലാം കേട്ട് നെട്ടുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ വെറുതെ പറയുകയാണ്, നിനക്ക് ഭ്രാന്താണ് എന്നെല്ലാമാണ് കിമ്മിനോട് ഡോക്ടർ പറയുന്നത്. ഇതെല്ലാം കിം അവൻ നേരെ ക്യാബിന്റെ മാസിലേക്കാണ് പോകുന്നത്. ഷർട്ടുമെല്ലാം ഊരി വീട്ടിലേക്ക് ചുറ്റുമുകയാണ്. ആരുമില്ല. വലിയൊരു ബംഗ്ലാവ് പോലെയുള്ള വീടായിരുന്നു. അവൻ അത്രയ്ക്ക് കോടീശ്വരനായിരുന്നു. എത്ര കോടീശ്വരനായാലും അവന് ഒരു ഗേൾഫ്രണ്ട് പോലും ഇല്ലായിരുന്നു. കാരണം അവൻ്റെ ഈ രോഗം കൊണ്ട് അതിൽ അവൻ ഒരുപാട് ദുഃഖിതനായിരുന്നു. കിം അവൻ്റെ വീട്ടിൽ ഫുൾ ഡെക്കറേഷൻ എല്ലാം ചെയ്ത് കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അവൻ്റെ ബർത്ത്ഡേ ഒന്നുമല്ല, അവൻ്റെ ഒരു കൊച്ചു റോബോട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ മനുഷ്യരുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് അവൻ റോബോട്ടുകളായിട്ടാണ് സംസാരിക്കുന്നതെല്ലാം. അവൻ അതിൽ ഒരുപാട് സന്തോഷിതനുമാണ്. കിമ്മിന് മനുഷ്യരെ തൊട്ടാൽ മാത്രമല്ല ദേഹമൊന്നായിട്ടും റാഷസ് വരുന്നത്. മറ്റു ചിലപ്പോഴും അവന് ദേഹമാകെ റാഷസ് എല്ലാം വന്ന് അവൻ ഒരുപാട് പെയിൻ എല്ലാം എടുക്കാറുണ്ട്. അവൻ ഒരുപാട് കഷ്ടപ്പെടാറുമുണ്ട്. കിം TV എല്ലാം കാണുന്നതും ഒറ്റക്കാണ്. അവൻ്റെ വീട്ടിൽ ആരുമില്ലാത്തത് കാരണം നല്ല റൊമാൻറ്റിക് സീൻസ് എല്ലാം അവൻ കാണുമ്പോൾ അവന് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം അവന് ഒരു ഗേൾഫ്രണ്ട് പോലും ഇല്ലായിരുന്നു. അവന് ഒരുപാട് വിഷമവും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ജിയ ആണെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ കൂടെയാണ് ഇരിക്കുന്നത്. ജിയക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല ഇതൊന്നും. ജിയയുടെ ജോബ് എന്ന് വെച്ചാൽ ആരെങ്കിലും ഓർഡർ ചെയ്ത സാധനം വരാൻ പറ്റാതെ ആകുമ്പോൾ ജിയയോട് വിളിച്ചു പറഞ്ഞാൽ ജിയ അത് വാങ്ങിക്കൊണ്ടുപോയി അവർക്ക് നൽകും. ഇതായിരുന്നു ജിയയുടെ ജോബ്. ഇങ്ങനെ കിം ഓർഡർ ചെയ്ത പ്രകാരം ഒരു ലിമിറ്റഡ് എഡിഷൻ ടോയ് വാങ്ങാനായിരുന്നു ജിയ അവിടെ എല്ലാവരുടെയും ഇടയിൽ നിന്ന് അതെടുക്കാനായി ഓടിപ്പോകുന്നത്. എന്നിട്ട് അവൾ അവിടെ പിടിവാരിയെല്ലാം നടത്തി അതെടുക്കാനായി പോകുന്നുണ്ട്. അത് എടുത്തതിന് ശേഷം അവൾ ആരും കാണാതെ തിരിച്ചു പോകുമ്പോഴാണ്
അതിലൂടെ നടക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലുള്ള ബർഗർ അവളെ ടോയുടെ മേലെ ആകുന്നത് അവളതും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാമായി ജിയ നേരെ പോകുന്നത് കിമ്മിൻ്റെ അടുത്തേക്കാണ്. കിമ്മിനെ ഡോർ തട്ടി അവളത് കൊടുക്കാൻ നോക്കുന്നുണ്ട്. കിം അവൾക്ക് ആ ഗ്ലാസ് തുറന്നു കൊടുക്കാതെ അവളോട് പറയുന്നുണ്ട്, നീ ബാക്കിത്തെ ഗ്ലാസ്സിലൂടെ അതെവിടേക്ക് ഇട്ടോ എന്ന് അവൻ പറഞ്ഞതും കേട്ട് അവൾ അതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് കിം ആ ലിമിറ്റഡ് എഡിക്ഷൻ ടോയ് എടുത്ത് നല്ലോണം നോക്കുന്നുണ്ട്, ഇത് ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞതാണോ എന്ന്. അപ്പോൾ അവൻ നോക്കുമ്പോഴാണ് നേരത്തെ പറ്റിപ്പിടിച്ച ഐസ്ക്രീം അതിൽ കാണുന്നത്. അത് കണ്ടതും കിമ്മിന് മനസ്സിലാകുന്നുണ്ട്, ഇതിവൾ ലിമിറ്റഡ് എഡിക്ഷൻ ടോയ് ഒന്നുമല്ല, ഇത് ആരോ ഉപയോഗിച്ചത് എടുത്തു കൊണ്ടുവന്നതാണ് എന്നെല്ലാം കിമ്മിന് തോന്നുന്നുണ്ട്. ജിയ അപ്പോൾ ഗ്ലാസ് തട്ടി കിമ്മിനോട് ക്യാഷ് ചോദിക്കുന്നുണ്ട്. പക്ഷേ കിം അവളോട് പറയുന്നുണ്ട്, ഞാൻ തരില്ല, ഇത് ആരോ ഉപയോഗിച്ചതാണ് എന്നെല്ലാം പറയുമ്പോൾ ജിയ പറയുന്നുണ്ട്, അല്ല, ഇത് ആരും ഉപയോഗിച്ചതല്ല, ഇത് ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ് എന്നെല്ലാം ജിയ കിമ്മിനോട് പറയുകയാണ്. കിം ഇതൊന്നും വിശ്വസിക്കുന്നതേയില്ല. കിം അവൾ പറയുന്നത് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുകയാണ്. അപ്പോഴാണ് ജിയ അവിടെ വീണു പോകുന്നത്. അത് കിം വണ്ടി നിർത്തി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ജിയ ആണെങ്കിൽ ഒരു അനക്കവുമില്ല. അത് കാരണം കിം പേടിച്ചു പോകുന്നുണ്ട്. ഞാനറ്റം തട്ടിയിട്ട് അവൾ ഇനി മരിച്ചു പോകുമോ എന്ന് കിം ഒരുപാട് പേടിക്കുന്നുണ്ട്. അങ്ങനെ കിം കയ്യിൽ ഗ്ലൗസും എല്ലാം ഇട്ട് ഒരു സ്റ്റിക്കും വെച്ച് അവളെ തട്ടി നോക്കുമ്പോൾ ജിയ എണീക്കുന്നുണ്ട്. അങ്ങനെ കിമ്മിൻ്റെ കാലിൽ കയറി പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് കിം അവളെ തട്ടിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ വിടുന്നേയില്ല. അങ്ങനെ അവളെ സ്റ്റിക്ക് വെച്ച് അടിച്ചുകൊണ്ട് കിം അവളെ അവിടെ ഇട്ട് കിം ഓടിപ്പോവുകയാണ്. കിം കാറിൽ കയറിയതും ജിയ നേരെ ഓടിപ്പോയി കിമ്മിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. ഇത് കിമ്മിന് അലർജറ്റിക് ആവുമെന്ന് കരുതി കിം അവളെ അവിടെ നിന്ന് തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് കിം കാറുമെടുത്തു പോകുന്നുണ്ട്. എന്നിട്ട് അവൻ സിറിഞ്ച് വെച്ച് കുത്തുന്നുണ്ട്. അത് കുത്തിയപ്പോൾ അവന് കുറച്ചെങ്കിലും ആശ്വാസമാവുകയാണ്. എന്നിട്ട് അവൻ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കിം വീട്ടിൽ വന്നതിന് ശേഷം അവൻ്റെ ഡോക്ടറെ ഇതെല്ലാം അറിയിച്ച് അവരെ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. അവർ ഒരു ടേബിളിൻ്റെ അപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇവൻ ഇപ്പുറത്തായിട്ട് ഇരിക്കുകയാണ്. അവന് ആ ഡോക്ടർ ഒരു വാച്ചും കൊടുക്കുന്നുണ്ട്. അതിൽ ബ്ലൂ ലൈറ്റ് കത്തുകയാണെങ്കിൽ അവൻ അലർജറ്റിക് അല്ല, നോർമൽ ആണെന്നാണ് അർത്ഥം. അതിൽ ഓറഞ്ച് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവൻ അലർജറ്റിക് ആവാൻ പോകുന്നു എന്നാണ് അർത്ഥം. അതിൽ റെഡാണ് കത്തുന്നതെങ്കിൽ അവൻ കൂടിയ അലർജറ്റിക് ആണ്. അത് ബാധിച്ചാൽ അവൻ മരിച്ചു പോവുക വരെ ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. ഇതെല്ലാമാണ് ഡോക്ടർ അവന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവൻ ഡോക്ടറോട് ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്കൊരു ഗേൾ ഫ്രണ്ട് പോലുമില്ല, എനിക്കെന്താണ് ഈ രോഗം ഇങ്ങനെ, നിങ്ങളൊന്ന് മരുന്ന് കണ്ടുപിടിക്കാൻ നോക്ക് എന്നെല്ലാം ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ജിയയാണെങ്കിൽ വീട്ടിൽ വന്ന് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമിക്കുകയാണ്. കാരണം ക്യാഷ് ഇല്ലാതെ ക്യാഷ് കൊണ്ട് ലിമിറ്റഡ് എഡിക്ഷൻ ടോയ് അവിടെ നിന്ന് അടിയുണ്ടാക്കി വാങ്ങിച്ചിട്ട് അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് ആരോ ഉപയോഗിച്ചതാണെന്ന് പറഞ്ഞ് ക്യാഷ് വരെ കൊടുക്കാതെ അവളെ റോഡിൽ ഉന്തിയിട്ട് പോയ ആളോട് ഒരുപാട് ദേഷ്യമാണ് ജിയക്ക് അന്നേരം തോന്നുന്നത്. അവനെ കയ്യിൽ കിട്ടിയാൽ അവൾ എന്ത് ചെയ്യുമെന്ന് അവൾക്ക് പോലും പറയാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലായിരുന്നു ജിയ. കിം വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ഡ്രോണുമായി അവന് പെൻഡ്രൈവ് എല്ലാം ലഭിക്കുന്നത്. അത് കണ്ടതും അവന് എന്താണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാലും അത് നോക്കാമെന്ന് കരുതി അവൻ അത് TV ചാനൽ എല്ലാം വെച്ച് ചെയ്തു നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ ഇരുന്ന് ടിവിയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവൻ കാണുന്നത് ഒരു റോബോട്ട് ഗെയിം കളിക്കുന്നതാണ്. പക്ഷേ അതിനൊരു വോയിസും കൊടുത്തിട്ടുണ്ട്. അതിലുള്ളത് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട്. മനുഷ്യരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയുന്നതെല്ലാം ഇതിന് മനസ്സിലാകും. എന്ത് വന്നാലും അതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം അതിന് ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് നീണ്ട ഒരു വോയിസ് ആയിരുന്നു അതിലുള്ളത്. ഈ റോബോട്ടിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് അതിൽ.
എന്നിട്ട് ആ റോബോട്ട് ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റിനെ അതിൽ കാണുന്നുണ്ട്. ഇത് കണ്ട് നെട്ടുകയാണ് കിങ്. ഇത് നല്ല ഒരു റോബോട്ടായിരുന്നു. ഈ റോബോട്ടിനെ കാണാൻ ശരിക്കും നമ്മുടെ ഹീറോയിൻ ജിയെ പോലെയായിരുന്നു. അതിനെ കണ്ട് കിങ്ങിന് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. ആ റോബോട്ടിൻ്റെ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, ഇതിനെ വേണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചു നോക്കൂ എന്നെല്ലാം സയൻറ്റിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. കിങ് പിറ്റേന്ന് രാവിലെ ആ സയൻറ്റിസ്റ്റ് പറഞ്ഞ അതേ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അവിടെ ഒരു കൊച്ചു റോബോട്ട് വന്ന് കിങ്ങിനെ സ്വാഗതം ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് കിം ഒരുപാട് ഭയന്നിരുന്നു. ഇവിടെ ഏതെങ്കിലും മനുഷ്യന്മാർ ഉണ്ടാവുമോ എന്ന് കരുതി കിങ് സയൻറ്റിസ്റ്റിനോട് വിളിച്ചു പറഞ്ഞിരുന്നു, ഞാൻ വരുന്നുണ്ടെങ്കിൽ അവിടെയുള്ള മനുഷ്യന്മാരെ എല്ലാവരെയും ഒഴിവാക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് റോബോട്ട് വന്നത് കണ്ട് കിം നെട്ടുന്നുണ്ട്. കിം ഒന്ന് പേടിച്ചാണെങ്കിലും അവിടെയെല്ലാം നടന്ന് മനുഷ്യരുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒരാൾ എണീച്ചു വരുന്നതായി അവന് തോന്നുന്നത്. അവന് ഒരുപാട് പേടിക്കുന്നുണ്ട്. കാരണം മനുഷ്യന്മാരെ അവനക്ക് ഒട്ടും സമീപിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നിട്ട് അത് അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവൻ ഒരുപാട് പേടിക്കുന്നുണ്ട്. അത് കിമ്മിനോട് പറയുന്നുണ്ട്, ഞാനൊരു റോബോട്ടാണ്. പക്ഷേ കിം വിശ്വസിക്കാത്തത് കാരണം അതിൻ്റെ ഡ്രസ്സെല്ലാം കിമ്മിൻ്റെ മുമ്പിൽ ഊരുന്നുണ്ട്. പക്ഷേ കിം അതൊന്നും നോക്കാൻ സാധിക്കുന്നില്ല. കാരണം അത് റോബോട്ടല്ല, മനുഷ്യനാണെന്നാണ് കിം വിചാരിച്ചു വെച്ചിരുന്നത്. അങ്ങനെ പതുക്കെയാണെങ്കിലും അവൻ അതിലേക്ക് നോക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ കിമ്മിന് ഒരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അതൊരു റോബോട്ടാണ് എന്ന്. അങ്ങനെ കിം പതുക്കെയാണെങ്കിലും പേടിച്ചാണെങ്കിലും പക്ഷേ അതിലൊന്ന് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അത് ടച്ച് ചെയ്യുമ്പോൾ കിമ്മിന് യാതൊരു പ്രശ്നവും വരുന്നില്ല. റോബോട്ടും അതിനെ ടച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. കിമ്മിനെ ടച്ച് ചെയ്ത ഉടൻ റോബോട്ട് പറയുന്നുണ്ട്, എൻ്റെ പേര് AJ3 എന്നാണെന്ന്. AJ3യെ ടച്ച് ചെയ്ത ഉടൻ കിമ്മിൻ്റെ വാച്ചാണ് നോക്കുന്നത്. കാരണം അവൻ അലർജറ്റിക് ആണോ എന്ന് അതിലാണ് കാണിക്കുന്നത്. അവൻ നോക്കുമ്പോൾ ബ്ലൂ ലൈറ്റാണ് കത്തുന്നത്. ബ്ലൂ ലൈറ്റിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഒട്ടും അലർജറ്റിക് അല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട്, ഞാൻ റോബോട്ടുമായി ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, റോബോട്ടിനെ എനിക്ക് എത്ര വേണമെങ്കിലും തൊടാം എന്നെല്ലാം അവൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പോയി AJ3യുടെ സയൻറ്റിസ്റ്റിനെ കാണുന്നുണ്ട്. സയൻറ്റിസ്റ്റ് AJ3യുടെ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട്. ഇവർ സംസാരിക്കുന്ന ഭാവമാറ്റത്തെ അനുസരിച്ച് AJ3ക്കും മുഖത്തിൽ ഭാവമാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കിം നല്ല സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സയൻറ്റിസ്റ്റിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കിം ഓഫീസിലേക്ക് വരുന്നുണ്ട് എന്ന് അവൻ്റെ മാനേജർ അവൻ വിളിച്ച് അറിയിക്കുകയാണ്. അത് ചെയ്തയുടൻ അവൻ്റെ മാനേജർ അവിടുത്തെ എല്ലാവരെയും മാറ്റാൻ വേണ്ടി ഓർഡർ ഇടുന്നുണ്ട്. അത് ഓഫീസ് ഒന്നാകെ വിളിച്ചു പറഞ്ഞതും അവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും ഓടി ഒളിക്കുകയാണ്. കാരണം ഇവർക്കൊന്നും അറിയില്ലായിരുന്നു അവന് രോഗമുള്ളത്. അവന് മനുഷ്യന്മാരോട് ഇടപെടാൻ എന്തോ അഹങ്കാരമെന്നാണ് ഈ സ്റ്റാഫുകളെല്ലാം വിചാരിച്ചിരുന്നത്. അങ്ങനെ അവൻ വരുന്നതിന് മുമ്പേ അവരെല്ലാവരും അവിടെ ഓടി ഒളിക്കുകയാണ്. ഒറ്റ പേർ പാർക്കിങ്ങിലും പോലും ഉണ്ടാകരുതെന്ന് അവൻ സ്ട്രിക്റ്റായി ഓർഡർ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞത് പ്രകാരം ഒരാളും അവിടെ ഇല്ലാത്തത് കാരണം അവൻ വെല്ലെ അവിടേക്ക് വരികയാണ്. അവൻ വന്ന് ഉടനെ തന്നെ മീറ്റിംഗ് എല്ലാം ആരംഭിക്കുന്നുണ്ട്. മീറ്റിംഗ് തുടങ്ങുമ്പോഴും അവൻ്റെ വശത്ത് ഒറ്റ പേരും ഇല്ലായിരുന്നു. എല്ലാവരും മറുവശത്തായിരുന്നു. ഇത് ബിസിനസ് രംഗത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ബിസിനസ് മാനേജറായി ഇരിക്കാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ ഒരാളോടും അവൻ്റെ രോഗത്തെപ്പറ്റി വെളിപ്പെടുത്താതിരുന്നത്. കിമ്മിൻ്റെ കമ്പനിയിലെ ഒരു കോൺടെസ്റ്റിന് വേണ്ടി ജിയ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അതിനുവേണ്ടി അവർ 2 ലാമ്പ് ഉണ്ടാക്കിയിരുന്നു. ഒന്ന് ഒരാൾ കൈവച്ചാൽ മറ്റേത് എവിടെയാണെങ്കിലും അത് ഓണാകും എന്ന ഒരു ലാമ്പായിരുന്നു അവൾ കണ്ടുപിടിച്ചിരുന്നത്. അതേസമയം നമ്മുടെ AJ3യെ അവിടെയുള്ള
സയൻറ്റിസ്റ്റുമാരുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം അതിലേക്ക് പോകുമ്പോൾ ഒന്നാകെ ഷോർട്ട് സർക്യൂട്ടായി ഈജിപ്ത് മുഴുവനായി സിസ്റ്റമെല്ലാം ഡാമേജായി പോവുകയാണ്. ജിയ ലാമ്പ് ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനായി ഒരുപാട് ക്യാഷ് ചേട്ടൻ്റെ കയ്യിൽ നിന്നും ചേച്ചിയുടെ കയ്യിൽ നിന്നും ജിയ കടമായി വാങ്ങിയിരുന്നു. അപ്പോൾ ചേട്ടൻ അവളെ ചെരുപ്പെല്ലാം എടുത്ത് തല്ലാൻ വേണ്ടി ഓടിക്കുകയാണ്. എന്നിട്ട് ചേട്ടൻ പറയുന്നുണ്ട്, നീ പണിയെല്ലാം നിർത്തി, ലാമ്പ് ഉണ്ടാക്കൽ എല്ലാം നിർത്തിവെക്ക്, എന്നിട്ട് ഞാൻ നല്ലൊരു ജോലിക്ക് നിന്നെ ആക്കി തരാം, നീ അതിന് പോകുക എന്നെല്ലാം ചേട്ടൻ ജിയയോട് പറയുന്നുണ്ട്. എന്നിട്ട് ജിയ ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടനൊന്ന് അടങ്ങി നിൽക്ക്, ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, ചേട്ടൻ അത് മറന്നുപോയോ എന്നെല്ലാം ജിയ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവളുടെ ചേട്ടൻ പറയുന്നുണ്ട്, എന്ത് ബർത്ത്ഡേ, എനിക്ക് എത്ര പ്രായമായെന്നാണ് നിന്റെ വിചാരം, നീ എന്തിനാണ് ഇപ്പോഴും അത് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോഴും ജിയ, ഞാൻ ചേട്ടനായി കേക്കെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ നേരെ ആ കേക്ക് ജിയ നീട്ടുകയാണ്. അത് കണ്ടതും ഉടനെ ദേഷ്യം പിടിച്ച് ചേട്ടൻ അത് തട്ടിക്കളയുകയാണ്. അത് അവിടെ പോയി വിൽക്കുന്നതും ജിയക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. കാരണം ഇല്ലാതെ ക്യാഷ് കൊടുത്തായിരുന്നു അവൾ അത് വാങ്ങിയിരുന്നത്. കിം ആ റോബോട്ടിനെ കണ്ടയുടൻ സയൻറ്റിസ്റ്റിനോട് പറഞ്ഞിരുന്നു, എനിക്ക് അതിനെ നാളെ തന്നെ ട്രയൽ ചെയ്യാൻ വേണമെന്ന്. അപ്പോൾ സയൻറ്റിസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ഷോർട്ട് സർക്യൂട്ട് ആയത് കാരണം സയൻറ്റിസ്റ്റ് കിമ്മിനെ വിളിച്ച് പറയുന്നുണ്ട്, റോബോട്ടിന് 2-3 ഫംഗ്ഷൻ കൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, അത് വെച്ചാൽ ഞാൻ അതിനെ 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ കിം പറയുന്നുണ്ട്, എനിക്കതിനെ നാളെ തന്നെ കിട്ടണം, അല്ലെങ്കിൽ എനിക്കത് വേണ്ട, അത് ക്യാൻസലാക്കുമെന്നെല്ലാം പറഞ്ഞ് കിം കോൾ കട്ട് ചെയ്യുകയാണ്. പിന്നെയാണ് സയൻറ്റിസ്റ്റ് എന്തോ ഒന്ന് ആലോചിക്കുന്നത്. എന്നിട്ട് ജെയുടെ ഫോട്ടോ എടുത്ത് സയൻറ്റിസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റ് വിചാരിക്കുന്നുണ്ട്, ആ റോബോട്ടിന് പകരം തൽക്കാലം ജെയെ കൊണ്ടുവന്നാലോ എന്നെല്ലാം സയൻറ്റിസ്റ്റ് ആലോചിക്കുകയാണ്. എന്നിട്ട് സയൻറ്റിസ്റ്റ് നേരെ ജിയെ വിളിക്കുന്നുണ്ട്. ജിയയാണെങ്കിൽ അവളെ ചേട്ടൻ അടിച്ച ദുഃഖത്തിൽ പോയി ഡ്രിങ്ക്സ് എല്ലാം കഴിക്കുമ്പോഴാണ് സയൻറ്റിസ്റ്റ് വിളിക്കുന്നത്. അതിന് ആരാണെന്ന് പോലും അറിയാതെ ജിയ ഉള്ള സ്ഥലമെല്ലാം ജിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ഉടനെ തന്നെ സയൻറ്റിസ്റ്റ് അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവളോട് കാര്യമെല്ലാം പറയുന്നുണ്ട്. കാര്യം അവളോട് റോബോട്ടായി അഭിനയിക്കാനായിരുന്നു പറഞ്ഞത്. അവൾക്ക് ഒരുപാട് ക്യാഷും കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ക്യാഷിന് അത്യാവശ്യമായ സമയത്തായിരുന്നു അതുകൊണ്ട് ജിയ സമ്മതിക്കുന്നുമുണ്ട് റോബോട്ടായി അഭിനയിക്കാമെന്ന്. അവളുടെ വിചാരം എന്തോ സീരിയലിലോ ഡ്രാമയിലോ അഭിനയിക്കും എന്നതായിരുന്നു. ജിയയെ അവിടേക്ക് കൊണ്ടുവന്നതും അവിടെ സയൻറ്റിസ്റ്റിൻ്റെ കൂടെയുള്ള വേറെ ഒരു സയൻറ്റിസ്റ്റ് ജിയയോട് വന്ന് പറയുന്നുണ്ട്, ഓ AJ3 ഇപ്പോൾ തന്നെ ശരിയാക്കിയോ നിങ്ങൾ? അതിൻ്റെ ഹെയർ സ്റ്റൈലും ഡ്രസ്സുമെല്ലാം മാറിയിട്ടുണ്ടല്ലോ, നിങ്ങൾ അതിൻ്റെ ഡ്രസ്സെല്ലാം അതിൻ്റെ ഫങ്ഷനെല്ലാം ശരിയാണോ എന്ന് നോക്കട്ടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ ജിയ നോക്കുകയാണ്. ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ് ജിയക്ക് ഒരുപാട് ദേഷ്യം പിടിക്കുന്നുണ്ട് അയാളോട്. അയാളെ ജിയ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ശരിക്കും ഒരു മനുഷ്യനാണ്, AJ3 അല്ല എന്ന്. അപ്പോഴാണ് സയൻറ്റിസ്റ്റ് നേരെ ജിയക്ക് AJ3യെ കാണിച്ചു കൊടുക്കുന്നത്. AJ3യെ കണ്ടതും ജിയ ഒരുപാട് നെട്ടുന്നുണ്ട്. കാരണം AJ3ക്ക് ജിയയുടെ ആദ്യത്തെ അതേപോലെയായിരുന്നു അതിനെ കാണാൻ. അത് കണ്ടതും ജിയക്ക് പഴയതെല്ലാം ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ ജിയ അത് അവളെ പോലെ ആണെന്ന് കരുതി ഒരുപാട് നെട്ടുകയാണ്. കിം പിറ്റേന്ന് രാവിലെ എണീച്ചപ്പോഴാണ് കിമ്മിൻ്റെ കഴുത്തിൽ ആ ചെയിനില്ലാത്തത് കിമ്മിന് മനസ്സിലാകുന്നത്. അങ്ങനെ അവൻ അവിടെ എല്ലായിടത്തും പോയി തിരയുന്നുണ്ട് ആ ചെയിൻ. അങ്ങനെ അവന് പെട്ടെന്ന് ഇന്നലത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. ജിയയെ അവിടെ ഉന്തിയിട്ട് പോയതും ജിയ അവൻ്റെ പുറകെ പോയി അവൻ്റെ കഴുത്തിൽ കയറി പിടിച്ചതും എന്നെല്ലാം അവന് ഓർമ്മ വരികയാണ്. അപ്പോൾ അവളെ കയ്യിലായിരിക്കും എൻ്റെ ചെയിൻ എന്നാണ് കിം കരുതുന്നത്. ജിയാണെങ്കിൽ അവിടെ AJ3യെ പോലെ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ്. നേരത്തെയാണെങ്കിൽ ഡ്രസ്സും ഹെയർ സ്റ്റൈലും AJ3യെ പോലെയല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡ്രസ്സും ഹെയർ സ്റ്റൈലും എല്ലാം AJ3യെ പോലെ. അങ്ങനെ ആ 4 സയൻറ്റിസ്റ്റിനും കണ്ട് ഒരുപാട് നെട്ടുന്നുണ്ട്. ജിയയെ കിം വിളിച്ച് അവൻ്റെ ചെയിൻ തരാൻ പറയുന്നുണ്ട്. അത് കേട്ടതും
ജിയ അവനോട് ഒരുപാട് തട്ടിക്കയറുകയാണ്. അവനോട് പറയുന്നുണ്ട്, നീ എനിക്ക് ക്യാഷ് തന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഗതി ഇത്രയ്ക്കും മോശമാവില്ലായിരുന്നു എന്ന് പറഞ്ഞ് വായി തോന്നിയതെല്ലാം അവനെ വിളിച്ചു പറയുകയാണ് ജിയ. എന്നിട്ട് കോൾ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ AG3യെ കിമ്മിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കിമ്മിൻ്റെ വീട്ടിൽ വന്നതും അവിടെ എത്തി എന്ന് മനസ്സിലായ ജിയ, ഹലോ മാസ്റ്റർ, ഐ ലവ് യു എന്ന് പറയുകയാണ്. എന്നിട്ട് അവൾ കണ്ണു തുറക്കുമ്പോഴാണ് അവൾ അവിടെ കിമ്മിനെ കാണുന്നത്. കിമ്മിനെ കണ്ടതും ഭയന്ന് അവൾ പുറകേക്ക് പോവുകയാണ്. ഇതെല്ലാം കണ്ട് കിമ്മും ഒരുപാട് ഭയന്നു പോകുന്നുണ്ട്. ഇതെല്ലാമാണ് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത്.